ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ പാർട്ട് 3 ഓഫ് പോണ്ടിച്ചേരി ട്രിപ്പ്. ഓക്കെ, നമ്മളിന്ന് പോകുന്നത് ഓറോവില്ലയിലാണ് പോകുന്നത് കേട്ടോ. ഓറോവില്ല എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ ഒരു ഏരിയ ആണ്. സ്പിരിച്വൽ ഏരിയ മീൻസ് കുറച്ച് ഫ്രഞ്ച് പീപ്പിൾ, കുറച്ച് ഈ വിദേശികളൊക്കെ വന്നിട്ട് അവരൊരു ഏരിയ എന്ത് ചെയ്യാണ്, പിന്നെ ഒരു അമ്പലമൊക്കെ മാതിരി ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ ശരിക്കും ദൈവങ്ങളോ എന്താ, ഇവിടെ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള സംഭവമാണ്, ഇക്വാലിറ്റി എന്നുള്ള സംഭവം. എല്ലാവർക്കും ഒരേ ജോബാണെങ്കിൽ, പല ജോബുകളാണെങ്കിൽ ഒരേ സാലറി, അങ്ങനെ പല കാര്യങ്ങളാണ്, ലൈഫ് സ്റ്റൈലൊക്കെ ഒരേ മാതിരി. അപ്പോൾ തമിഴ്നാട് പോണ്ടിച്ചേരിയും പാടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റിലാണ് ശരിക്കും ഇത് കിടക്കുന്നത്. ഒന്ന് പോണ്ടിച്ചേരിയിലും പിന്നെ യൂണിയൻ ടെറിട്ടറി, പിന്നെ തമിഴ്നാട് സ്റ്റേറ്റിലും പാടായിട്ടാണ് ഇതിൻ്റെ ഏരിയകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കുലേറ്റ് ആയിട്ടുള്ള വലിയൊരു ഏരിയയിൽ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പോയപ്പോൾ വഴി തെറ്റിപ്പോയി ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട്. ഇനിയിപ്പോൾ അവർ വേറെ വഴി കാണിച്ചു തന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ പോവാണ്. ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനേ അവിടെ നിന്ന് സ്ഥലമില്ല. അപ്പോൾ അത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഒക്കെ നോക്കിയിട്ട് പോകാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പോകാനുണ്ട്. ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി, ശരിക്കും അവിടെ എത്തും. ഓക്കെ, നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ പോകുന്നതാണ്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് സ്പേസിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല വിസിറ്റേഴ്സ് ഉള്ളൊരു ഏരിയ ആണ് ഇവിടെ. പിന്നെ പാർക്കിങ്ങിന് ഫീസൊന്നുമില്ല. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ്ട് പിന്നെ ടിക്കറ്റ് എടുക്കണം. ആദ്യം ടിക്കറ്റ് എടുക്കേണ്ട ഏരിയയിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങളിതിൽ ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ നമുക്ക് എല്ലായിടത്തും ഡയറക്ഷൻസ് കാണിക്കുന്നുണ്ട് എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെ. അങ്ങനെ നമ്മൾ പിന്നെ നടന്നിങ്ങനെ പോവുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള തെശ്ശിലി ജോയിൻ ചെയ്തിട്ടുണ്ട്. തെശ്ശിലിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ എന്താണ് ഒരു പോണ്ടിച്ചേരി ട്രിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പോരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എന്ത് ചെയ്യണം, ഓറോവില്ല് ഒന്ന് കണ്ടിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ പോണ വഴിക്കിൽ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് പിന്നെ ആർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സെയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കപ്പ് ചീസ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് കണ്ടൊക്കെ നടന്നു നേരെ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ തിരിച്ച് വരുന്നുണ്ട്. പാർക്കിങ്ങിൻ്റെ വഴിയാണ് കേട്ടോ. പറഞ്ഞാൽ ഇവിടുന്ന് നേരെ പോയാലാണ് പിന്നെ ഇതിൽ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലോട്ട് എത്തുക. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ നിന്ന് എത്തിയിട്ട് പിന്നെ അവിടുന്ന് വേറെ പോകാനൊക്കെ ഉണ്ട്. കാണിച്ചു തരാം, നമ്മൾ എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട്. ഈ ഓറോവില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓറോവില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പിരിച്വൽ ഏരിയയാണ്. ഇവിടെ ഇക്വാലിറ്റി അതങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയ ആളുടെ പേരെന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഇൻ 1968 ബൈ മിറ അൽഫാസ. മിറ അൽഫാസ എന്ന ഒരാളാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ്. പിന്നെ അത് അവരെ മദറിനെ വിളിക്കുക. ശരിക്കും ഇത് യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള സംഭവമാണ്. യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. പിന്നെ ഇത് ടൗൺഷിപ്പ് മാതിരിയാണ്, ഒരു യൂണിവേഴ്സൽ ടൗൺ. ഒരു അറൗണ്ട് 60 എബോവ് നാഷണാലിറ്റീസ് ഇവിടെ ഓൾറെഡി ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പല രാജ്യത്ത് നിന്നുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് വരുന്നത്. ഇതൊരു ഒരു ടൗൺ, ഒരു കംപ്ലീറ്റ് വിഷൻ പ്ലാനിങ്
നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് എന്താണ് ഒരു സ്റ്റുഡൻറ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓറോവില്ല ഫ്ലവർ, അങ്ങനെ ഫ്ലവർ, അങ്ങനെ അതൊന്നും ഞാൻ വായിച്ചു നോക്കിയില്ല കേട്ടോ. ഇന്നത് വായിച്ചാൽ നമുക്ക് കഴിയില്ല, ചടപ്പില്ല. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ സംഭവം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് 1.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് നമുക്ക് വരുന്നത് നടന്ന് പോവുക എന്നതാണ് സംഭവം. ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ട് നടന്ന് പോവുക. അങ്ങനെ ഒരു കാട്ടിനുള്ളിൽ കൂടെ നടന്ന് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്, ആരെ കൂടെ നടന്ന് പോവുക, അതാണ് സംഭവം. അപ്പം ഇത് വെള്ളം, ഞാൻ പറഞ്ഞാൽ വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് കയ്യിൽ വെക്കുക. ഈ പോണ ബൈക്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഓരോ മരങ്ങൾ കുഴിച്ചു വിട്ടത്, പിന്നെ ചില പല ഓഫീസുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ പോണ ബൈക്കിലൊക്കെ തന്നെ പല ഓഫീസുകളും പല ഓഡിറ്റോറിയങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈവൻറ്റുകളൊക്കെ നടക്കുന്ന ഏരിയകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ പോണ ബൈക്കിൽ തന്നെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ചെയ്യുകയാണ്, നോക്കിയിട്ട് നമുക്ക് പോകട്ടെ. ഓക്കെ, പിന്നെ വഴിയോരം കച്ചവടക്കാർ ഇപ്പം ഉണ്ട്, എന്തൊക്കെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. പല പല ഓരോ എന്താ പറയുക, അത് ഈ നോർത്തിൽ നിന്ന് വരുന്നവർക്കും എന്താണ്, പിന്നെ ഈ വിദേശികൾക്ക് ഇടയ്ക്ക് വാങ്ങും ഇത് സംഭവം. നമ്മളൊന്നും അങ്ങനെ വാങ്ങില്ല, കാരണം നമുക്കത് വലിയ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നില്ല. പിന്നെ കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേൻ കാര്യങ്ങൾ, പിന്നെ